ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. നാളെ 4 സിനിമകളാണ് റിലീസ് ചെയ്യാനുള്ളത്. ബസൂക്ക തന്നെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഇന്ന് കേരളത്തിൽ യൂത്തന്മാരുടെ വിളയാട്ടമാണ്. മമ്മൂട്ടിയും നസ്ലിൻ. മമ്മൂട്ടി എക്കാലത്തെയും യൂത്തനായ മമ്മൂട്ടിയും പിന്നെ പുതിയ യൂത്തൻ നസ്ലിനുമായിട്ടുള്ള കടുത്ത മത്സരമെന്ന് തന്നെ പറയാം. ബാക്കിയുള്ള വയസ്സായ ടീംസൊക്കെ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യവും കൂടെ എടുത്തു പറയാം. ഇവിടെ നമുക്ക് പറയാനുള്ളത് മമ്മൂട്ടിയുടെ ബസൂക്കയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ ഓരോ മണിക്കൂറും കൂടിക്കൂടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യ മണിക്കൂറുകളിൽ 1500 1800 റേഞ്ചുകളിൽ വന്നുവെങ്കിൽ പിന്നീട് എപ്പോഴോ നമുക്ക് ആലപ്പുഴ ജിംഖാന ഇതിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇതിന് മുകളിലേക്ക് ബസൂക്കയ്ക്ക് മുകളിലേക്ക് പോകുന്ന ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. പക്ഷേ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നു ബസൂക്ക എന്ന് തന്നെ പറയാം. ഇപ്പോൾ ബസൂക്ക മണിക്കൂറിൽ വിറ്റുപോകുന്നത് 3000-നടുത്തുള്ള ടിക്കറ്റുകളാണ്. നസ്ലിൻ്റെ ചിത്രം വിറ്റുപോകുന്നത് 2100-നടുത്തുള്ള ടിക്കറ്റുകളുമാണ്. എന്താണേലും ഇവിടെ കുതിച്ചുയരുകയാണ് മമ്മൂക്കയുടെ ബസൂക്ക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് അത്യാവശ്യമാണ്. ഓരോ വീഡിയോകളും മണിക്കൂറുകളിൽ നമ്മൾ ചെയ്തുകൊണ്ട് തുടങ്ങുകയുമാണ്. ഇവിടെ നമുക്ക് നസ്ലിൻ സിനിമയായ ഈ പറഞ്ഞ പോലെ ആലപ്പുഴ ജിംഖാനയുടെ ഇതുവരെയുള്ള പ്രീസെയിൽ കഴിഞ്ഞ 1 മണിക്കൂറിന് മുമ്പ് ലഭിച്ചിരിക്കുന്ന പ്രീസെയിൽ കളക്ഷനിലേക്ക് വരാം. കേരളത്തിൽ നിന്ന് അത് 1 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. 1 കോടി എന്ന് തന്നെ പറയാം. അതായത് ഈ വീഡിയോ ചെയ്യുന്ന സമയം 1 കോടി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 6.25 കോടിയാണ് നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 40 ലക്ഷം രൂപ. അങ്ങനെ മൊത്തം 1.45 മുകളിൽ, അതായത് 1.5 കോടിയോളം സിനിമ ഇതിനോടകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ബസൂക്ക നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമേ 1.25 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം രൂപ, ഓവർസീസിൽ നിന്ന് 78 ലക്ഷം രൂപ. അങ്ങനെ മൊത്തം 1.90 കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ 2 കോടിക്ക് ജസ്റ്റ് അടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അമ്മാതിരി കൊലത്തൂക്കിലേക്ക് തന്നെ സിനിമകൾ പോവുകയാണ്. നമുക്കറിയാം 4ഓളം സിനിമകൾ ക്ലാഷായിട്ട് വരുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഇവിടെയും എടുത്തു പറയേണ്ട കാര്യം, മമ്മൂട്ടി സിനിമകൾക്ക് തിയേറ്ററുകൾ കുറവ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്രയും തിയേറ്ററുകൾ വെച്ചിട്ട് വളരെ കുറഞ്ഞ തിയേറ്ററുകളും വളരെ കുറഞ്ഞ 1000ഓളം ഷോകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. എന്നിട്ട് സിനിമ 2 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 1.25 കോടി റീസെയിലിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കൊള്ളാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്താണെങ്കിലും കട്ട യൂത്തന്മാർ നിൽക്കുമ്പോൾ ഇതിനു മുമ്പ് വന്ന എമ്പുരാനും അതിനോടൊപ്പം തന്നെ പോകുന്നുണ്ട്. അതുകൂടാതെ മരണമാസ്, അജിത്തിൻ്റെ ചിത്രം, ഇതെല്ലാം തന്നെ ഒരേ ദിവസം ആളിക്കത്താൻ തന്നെ കാത്തിരിക്കുകയാണ്. എന്തായാലും ബുക്ക് മൈ ഷോയിൽ പല സ്ഥലങ്ങളിലും ഓറഞ്ച് മയമായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക സിനിമയാണെങ്കിലും നസ്ലിൻ്റെ സിനിമയാണെങ്കിലും നമുക്ക് നല്ല ലെവലിലുള്ള ഒരു ബുക്കിങ്ങിലേക്ക് ഉയരുന്നു അവസാന മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. അത് കാത്തിരിക്കാം. ഏത് സിനിമയായിരിക്കും കൊളുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മീഡിയാസ്.